ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇപ്പം സമയം 5:15 സമയം കാണിച്ചു തരാം. സമയം കറക്റ്റ് 5:15 കഴിഞ്ഞു. ഇന്ന് കുറച്ച് എല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേക്കാൻ. അലാറം അടിച്ചിട്ടും ഞാൻ എഴുന്നേറ്റില്ലായിരുന്നു കേട്ടോ. ഇന്നലെ തുമ്മി അവശതയായി. സ്നൂഫീലിയുടെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഇതുപോലെ, 2 ചില സമയത്ത് അതിൽ കൂടുതൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാവിലെ തുടങ്ങിയ തുമ്മലാണെങ്കിൽ ഉച്ച വരെ തുമ്മും, ഉച്ചക്കാണ് തുടങ്ങിയെങ്കിൽ രാത്രി വരെ തുമ്മും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ തുമ്മി ഇന്നലെ അവശതയായി. വൈകുന്നേരം ആയപ്പോൾ ചെറിയ തലവേദനയുമായി. അപ്പോൾ ഞാൻ കുറച്ച് ക്ഷീണമായിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ജലദോഷത്തിൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം മാറി ഓക്കെ ആവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് രാത്രിയും വരാറുണ്ട് തുമ്മൽ. എപ്പോഴാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂസ് മരുന്ന് കഴിക്കാനായിട്ട് ഒരു മടിയും കൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ ഹോമിയോ കഴിച്ച് കഴിയുമ്പോൾ മാറുമെന്ന് പറയുന്നുണ്ട്. ഇനി അതെന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം. മക്കളൊക്കെ നല്ല ഉറക്കത്തിലാട്ടോ. ഒരാൾ മുകളിൽ കയറി കിടക്കാനായിട്ട് മടിയാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടി താഴെ കിടക്കും. പിന്നെ തുണിയൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ടൊക്കെ ഇടും കേട്ടോ. ഒരാൾ താഴെ കിടപ്പുണ്ട്, ഒരാൾ മുകളിൽ കിടപ്പുണ്ട്. കിടത്തണില്ല കേട്ടോ. ഇനി ലൈറ്റൊന്നും ഓഫ് ചെയ്യുന്നില്ല. എഴുന്നേൽപ്പിക്കണം. ഞാൻ വീഡിയോ ഒന്ന് എടുത്തിട്ട് എഴുന്നേൽപ്പിക്കാം. അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചിട്ട് പോയിട്ട് കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങും. നമ്മൾ കൂടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പഠിക്കാനൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചിലപ്പോൾ എഴുന്നേക്കും. പിന്നെ പാറുവിനാണെങ്കിൽ എക്സാമൊക്കെ ഉള്ള സമയത്താണ് കേട്ടോ കൂടുതൽ നേരത്തെ എഴുന്നേക്കാറുള്ളൂ. ഒരാളവിടെ ഫാമിലി ഞാൻ വന്നിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇപ്പോൾ ഫാമിൽ എല്ലാവരും ചാണകമൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായി. ഇവിടെയൊക്കെ ഇട്ട് വെച്ചതൊക്കെ വാരിക്കളഞ്ഞു. കണ്ട, അതിങ്ങനെയാണ് ചാണകം അവരിട്ട് വയ്ക്കുക. ഇത് കണ്ട, നല്ല ഉണങ്ങി കിടക്കും. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. ചമ്പറപ്പൊടി ഇട്ട് ഇങ്ങനെ ഇട്ടോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സമയം ഞാൻ എഴുന്നേറ്റ് വന്ന സമയത്താണ് അവർ ഇതുപോലെ ഞാൻ ബക്കറ്റിൽ വാങ്ങിച്ചു വെക്കും. ഞാൻ എഴുന്നേറ്റ് വന്ന സമയത്താണ് മിക്കവാറും ഇങ്ങനെ അവരും എഴുന്നേറ്റ് ചാണകമൊക്കെ ഇടണേട്ടോ. പിന്നെ അവർ മൂത്രം ഒഴിക്കും. ചിലപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ തന്നെ ചിലപ്പോൾ മൂത്രം പിടിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി കിടക്കും. ഈ കുഞ്ഞൂട്ടൻ ഇവിടെ മൂത്രം ഒഴിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. അവൻ മൂത്രം ഒഴിച്ച് അവൻ തന്നെ കുടിക്കുകയാണ്. അങ്ങനെയാണ് പശുക്കൾ കറക്കുമ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ ഈ കുട്ടികളുടെ മൂത്രം അവർ കുടിക്കണ കാണാം. എന്താ ഇതെന്നറിയില്ല. മൂത്രം കുടിച്ച അസുഖങ്ങളൊക്കെ മാറുന്നൊക്കെ പറയണ പോലെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവനവൻ്റെ മൂത്രം കുടിക്കണമല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ രാവിലത്തെ കാഴ്ച. വേണ്ട, ഞാൻ കുറച്ച് ചാണകമൊക്കെ എടുത്ത് കളയട്ടെ. തന്നാലാണ് ബക്കറ്റിൽ നമുക്ക് മൂത്രം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ഫാം കിടക്കണത്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഉണങ്ങി കിടക്കണത് എങ്ങനെയെന്ന്, ഫാം ഉണങ്ങി കിടക്കണത് എങ്ങനെയെന്ന്. അപ്പോൾ നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സുകളും ചോദിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാം എന്താ എപ്പോഴും ഉണങ്ങി കിടക്കണേന്ന്. എനിക്കും ഇതുപോലെ ഉണങ്ങി കിടക്കണതാണ് ഇഷ്ടം. ഫാമാണെങ്കിലും
ടോയ്ലറ്റ് ആണെങ്കിലൊക്കെ ഇങ്ങനെ ഡ്രൈ ഉണങ്ങി കിടക്കണം കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് കഴുകാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുളിക്കലിപ്പോൾ എന്നെ ഒരു ചേച്ചി സഹായിക്കാൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചേച്ചി വരുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ പണി കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോയ്ലറ്റ് കഴുകൽ ഒരു പണി തന്നെയാണ്. നമുക്കിപ്പോൾ നടുവിനൊക്കെ വേദന വരും ടൈലൊക്കെ ഇങ്ങനെ തേക്കുമ്പോഴോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാനിപ്പോൾ കുളിക്കാൻ ലേറ്റ് ആവണത്. ഇപ്പോൾ എൻ്റെ മക്കളെ 4 പേരെ ഞാൻ എൻ്റെ ടോയ്ലറ്റിൽ തന്നെ കുളിക്കാൻ പറയും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ടോയ്ലറ്റും നമ്മൾ കഴുകണമല്ലോ. ബാത്റൂമിൽ പോകലൊക്കെ അവരവൻ്റെ ടോയ്ലറ്റിലാണ്. പക്ഷെ കുളിക്കൽ വരുമ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ക്ലോസറ്റ് മാത്രം കഴുകിയാൽ മതിയല്ലോ. മറ്റേതാവുമ്പോൾ ടൈലും അടിയും ഒക്കെ തേച്ച് വരച്ച് കഴുകുമ്പോൾ നമുക്ക് നടുവേദനയൊക്കെ ആവും കൂടുതലും. അപ്പം ഞാനിപ്പോൾ ആ ചേച്ചി വരാത്തതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ടോയ്ലറ്റ് ഡെയിലി ഞാൻ കഴുകണമാണ്. അപ്പോൾ എൻ്റെ ടോയ്ലറ്റിൽ എല്ലാവരോടും കുളിക്കാൻ പറയും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസമാകുമ്പോൾ എല്ലാവരും രാവിലെ കുളിക്കാൻ തുടങ്ങും. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ടോയ്ലറ്റ് കഴുകി ഞാൻ കുളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ കുളിക്കൽ എൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പക്ഷേ രാവിലെ കുളിക്കണതാണ് ഇഷ്ടം. പക്ഷേ ഇനിയിപ്പോൾ അതിനകത്തൊരു സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടെത്തണം. പിന്നെ എന്നാൽ രാവിലെ കുളിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ ടോയ്ലറ്റ് കഴുകുമ്പോൾ ആകെ എണ്ണ മെഴുക്കായിട്ട് കിടക്കും. പക്ഷേ നമ്മൾ കുളിച്ച് ഇറങ്ങി കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കി ഇറങ്ങുമ്പോൾ പിന്നെ അത് നല്ല ഉണങ്ങി കിടക്കും. അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരം വരുമ്പോഴുള്ള കുളിയല്ലേ ഉള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ല. മറ്റത് അങ്ങനെയല്ല. നമ്മൾ ടോയ്ലറ്റ് എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് കിടക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കണ എൻ്റെ ഫാമും അത് ഉണങ്ങി കിടക്കണ തന്നെ എനിക്കിഷ്ടം. പിന്നെയെന്ന് പറയുമ്പോൾ ഇവരെ കുളിപ്പിക്കണ കാര്യം കുളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും നല്ല നീറ്റായിട്ടായിരിക്കണം. ഇവരെ കാണിച്ചു തരാം. ഇവരുടെ മേത്ത് വല്ല ചാണകം ഉണ്ടാകുന്ന നോക്കി. രാവിലെ എഴുന്നേറ്റ് വന്ന പശുക്കളാണ്. ഒരു ചാണകം പോലുമില്ല. പിന്നെ എന്തിനാ ഇവരെ കുളിപ്പിച്ച് ഇവരെ ദേഷ്യപ്പെടുത്തുന്നത്? ഇവർ കുളിപ്പിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഓട്ടും ഇങ്ങോട്ടും ഓട്ടും. അവർക്ക് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ കുളിപ്പിക്കുന്നത്. ഇവർ നല്ല നീറ്റായിട്ട് അവരിയ്ക്കണത് കണ്ട. വെള്ള പശുവാണെങ്കിലും നോക്കി ഇവരുടെ മേത്ത് അഴുക്ക. ഇവരുടെയൊക്കെ ഇവിടെയൊക്കെ ഒരഴുക്ക് പോലും ഇല്ല പശുക്കളുടെ മേത്ത്. പിന്നെ നമ്മൾ അവരെ കുളിപ്പിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവരെ കറക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പശുക്കളും അതെ. അവർ ഇവിടെയൊക്കെയാണോ ചാണകമൊക്കെ ആക്കി വെക്കുന്നത്. പക്ഷെ അവരങ്ങനെ ഒന്നും ആക്കി വെച്ചിട്ടില്ല. ഇവിടെ ചാണകം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒതുങ്ങി കിടക്കും കേട്ടോ. അങ്ങനെയാണ് ഇവളാണെങ്കിലും അതെ. ഇവിടെയൊക്കെ നോക്കി ചാണകമൊക്കെ ഉണ്ടോയെന്ന്. ഇവരും നല്ല നീറ്റായിട്ടാണ് കിടക്കണത്. കാലിലാണെങ്കിലും കാലൊക്കെ ചാണകം ഒന്നും ആക്കില്ല കേട്ടോ. നല്ല ഫ്രഷായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഓരോരുത്തർ നമ്മൾ മൂത്രം ഒഴിക്കും നമ്മൾ കറക്കാൻ നേരത്ത്. പിന്നെ അന്നേരത്ത് പിന്നെ നമ്മൾ അകിടൊക്കെ കഴുകുമ്പോൾ ഒന്ന് ജസ്റ്റ് വെള്ളം ഇതിൽ കൂടി ഒഴുകി നേരെ ഇവരെവിടെ നിന്ന് മൂത്രം ഒഴിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നേരെ ഒഴുകി പോന്നോളും. വേണ്ട ഇപ്പോൾ മൂത്രം ഒഴിച്ച ആ ഭാഗത്തുനിന്ന് നേരെ കറക്റ്റായിട്ടും കൂടെ ഒഴുകി ഈ ചാല് വഴി ഇങ്ങനെ പോയിക്കോളും. നമ്മൾ ആ ഒരു ലെവലിൽ അങ്ങനെ മൂത്രം പോയിക്കോളും. അല്ലാതെ എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്തൊന്നും ആവുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നീറ്റായിട്ടാണ് നമ്മുടെ ഫാം കിടക്കുന്നത്. അപ്പോൾ ഇനി പശുവിനെ കറക്കാനൊക്കെ നോക്കട്ടെ. തീറ്റ സാധാരണ നമ്മൾ തലേദിവസം എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ തീറ്റ ഒരെണ്ണം ഫ്രണ്ടിലിരിക്കുകയായിരുന്നു കേട്ടോ ചാക്ക്. അതപ്പോൾ എടുത്ത് വന്നിട്ട് വേണമായിരുന്നു. പിന്നെ എനിക്ക് ക്ഷീണമായിട്ട് ഞാൻ കിടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു തീറ്റ മാത്രം എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആ പണിയിലോട്ട് കിടക്കട്ടെ. അപ്പോൾ പണി തുടങ്ങാം. കറവയൊക്കെ ആയിട്ട് രേഷേണ്ണാണെങ്കിലും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ പണി തുടങ്ങട്ടെ കേട്ടോ. മക്കളുടെ തീറ്റ ഇങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാം എടുത്ത് ഇങ്ങനെ പാകപ്പെടുത്തി വെച്ചു. 4 പേരുടെ ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കറവയുടെ പാത്രങ്ങളൊക്കെ എടുത്ത് നമുക്ക് പണി തുടങ്ങാം. എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചു. ഇനി നമുക്ക് പണി തുടങ്ങാം. രേഷേട്ടൻ ഇന്നെന്തോ എഴുന്നേറ്റ് വരില്ല. എന്തായാലും രേഷേട്ടന് ബുദ്ധിമുട്ടിക്കുന്നില്ല. രേഷേട്ടന് എന്താ ജോലിയെന്നൊരു നമ്മുടെ ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുണ്ട്. രേഷേട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലെ വർക്കാണല്ലോ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം. രേഷേട്ടന് ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റില്ല. അവിടുത്തെ പണികൾ തീർത്ത് കൊടുത്തേ പറ്റൂ. അപ്പോൾ എൻ്റെ പണികൾ ആരും ചോദിക്കില്ല എന്താ അത് ചെയ്യാതിരുന്നത്. എൻ്റെ സമയത്തിന് ഞാൻ പണിയെടുക്കാം. എനിക്ക് ക്ഷീണം വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാം. മിക്കവാറും ഞാൻ രേഷേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കിഷ്ടമില്ല. എൻ്റെ പണി ഞാൻ മിക്കവാറും എടുക്കണമെന്നാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് പണി തുടങ്ങാം. റെസ്റ്റ് എടുക്കണവരൊക്കെ റെസ്റ്റ് എടുത്തോട്ടെ. ഓക്കെ. അപ്പോൾ എൻ്റെ പണിയിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇനിയിപ്പോൾ എടുക്കാനായിട്ട് ആരുമില്ല. സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് മെനക്കേടാണ്. അപ്പോൾ എൻ്റെ പണി തുടങ്ങാൻ പോവാം. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നത് പോയിരിക്കണം. ആരുടെ അടുത്താന്ന് നോക്കി. ഈ പുള്ളിക്കാരി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകില്ല കേട്ടോ.
രാവിലെ എഴുന്നേറ്റ് വന്നത് തന്നെ ഈ ഫാമിലോട്ടാണ്. ഹലോ, എന്താണ് കുഞ്ഞിച്ചക്കൻ എന്താ ചെയ്യണേ അവിടെ? പുന്നാരിക്ക നക്കുക. ചേച്ചിൻ്റെ പുന്നാരിക്കണം കേട്ടോ അവൻ. ഇതാ എൻ്റെ കുഞ്ഞൂട്ടാ. അവൾ പോണ വരെ അവൻ ഒരു ചൊടി ഉണ്ടാവും കേട്ടോ. അത് കഴിയുമ്പോൾ അവൻ എങ്ങനെ കിടന്നുറങ്ങും. ഓ, തോളത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇടാ മുടിയൊക്കെ ചിക്കി കൊടുക്കാൻ പോ ചേച്ചിടാ. മുടി നക്കണോ? ഇവൻ മറ്റേ പശുവായിരുന്നപ്പോൾ പുറത്ത് കയറിക്കൂലേ ഇങ്ങനെ വരുമ്പോ? ആ, ഇവനങ്ങനെ കയറില്ല കേട്ടോ. കേശപ്പൻ്റെ പോലെയല്ല. കളിക്കണ്ട്, പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ എപ്പോഴാണ് കാല് വെക്കണേന്ന്. കുഞ്ഞുട്ടാ ഓടി വരുകയും ചെയ്യും. പുറത്ത് കയറലും ഭയങ്കര പുന്നാരമായിരുന്നു. ഇവൻ അത്ര പുന്നാരില്ല. ഇടാ മറയത്തേക്കല്ലേടാ. ഇവിടെ വാടാ. അവനൊരു അടയൊക്കെ കഴിച്ചിരിക്കുക. ആ, ഗോതമ്പിൻ്റെ അടയൊക്കെ കഴിച്ചു. ഇതാ കുഞ്ഞൂട്ടാ, എനിക്ക് പണിയുണ്ട്, പോട്ടെ. തലവേദനയൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ കിടന്നു കേട്ടോ. എല്ലാ പാത്രമൊന്നും ഫുൾ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നലത്തെ ചപ്പാത്തി, ഇന്നലെ ബിരിയാണി വൈകുന്നേരം ഉണ്ടായതുകൊണ്ട് ഇന്നലത്തെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ബാക്കി ഇരിക്കുക. ഇത്രയും ചപ്പാത്തികളും ഉണ്ട് കേട്ടോ. നമുക്ക് ഭദ്രമൊക്കെ കൊടുക്കാം. പാത്രത്തിലില്ല, പാത്രത്തിൽ കൂടെ കൊണ്ടുപോകണം. ഇന്നലെ ആസാനം എടുത്ത് വലിച്ചെറിയായിരുന്നു അവള് കളിക്കുന്നു. വേറാട്ടാ നമ്മള് ഇന്നൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം നമ്മുടെ എല്ലാം ഗോതമ്പൊടി ഉണ്ട്. അപ്പം നമ്മുടെ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇടിയപ്പത്തിനുള്ള സാധനങ്ങളാണ് ഞാൻ പൊടിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പൊടി കുറവുണ്ടായിരുന്നു. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കുക കേട്ടോ. വില കൂടി വാങ്ങിച്ച് ഞാൻ പൊടിച്ചതാട്ടോ. പക്ഷേ ഈ പൊടി ഭയങ്കര ഉണ്ടാക്കിയാലും ഭയങ്കര മരം പോലെ ഇരിക്കണം, ഹാർഡായിട്ടിരിക്കണം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടാറി കഴിയുമ്പോൾ ഭയങ്കര ഹാർഡാവണം. അപ്പം ഞാനൊരു യൂട്യൂബിൽ കണ്ട് ഇങ്ങനെ ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കണത് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് പരീക്ഷണമാണ്. പിന്നെ നമുക്ക് ഇന്നലെ നാടൻ മുട്ട കിട്ടി, നല്ല കോഴിമുട്ട, നാടൻ കുഞ്ഞു മുട്ടകളാണ് എല്ലാം, നല്ല തനി നാടൻ മുട്ടകളാണ് കേട്ടോ. അപ്പം അതുകൊണ്ടുകൊണ്ട് മുട്ടക്കറി മാട്ടോന്ന് അപ്പം ഈ മുട്ടയിട്ട് വെക്കണത് മുട്ടയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ മുട്ട വറക്കണതാണെങ്കിലും കറി വെക്കണതും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. താറാമുട്ട ഉണ്ട് കേട്ടോ അതിനകത്ത്. താറാമുട്ടയിൽ ഫുള്ളായി കാണുന്നുണ്ട്. കുഴിയോട്ടെ അവിടെ കോപ്രായം കാട്ടുള്ളൂ. ഭദ്ര ചേച്ചി അവിടെ തിന്നുന്നു. അമ്മ ഇവിടെ മുട്ടക്കറി വെക്കാം. മുട്ട പുഴുങ്ങാൻ വെക്കാം നമുക്ക്. മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ ഞാൻ വാട്ടിയിട്ടോ. ഇനിയിപ്പോൾ വേഗം ആക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. സ്കൂളിൽ കൊടുത്തു വിടുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പണി തീർക്കണം. അമ്മ ഇന്ന് എനിക്ക് ചോറ് മതി. അതെ, എന്റെ ഫ്രണ്ട് പറയല്ലേ, നീ ചോറ് ഉണ്ടാവില്ലെങ്കിൽ ഞാൻ നിന്റെ ചോറാക്കുന്നു. അവള് ചോറാവുണ്ടല്ലേ. ഇന്നിപ്പോൾ ചോറ് ഞാൻ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചെടുക്കുക ചെയ്യണേ. അപ്പം അതുകൊണ്ട് വേണ്ട സ്കൂളിൽ കൊണ്ടുപോകണ്ട. അടച്ചൊക്കെ വയ്ക്കുമ്പോഴേ ചിലപ്പോൾ ചീത്തയാലോ. എന്ത് ചോറ്? ഇന്നലത്തെ ചോറ് കുറേ ബാക്കിയുണ്ട്. അതാണ്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. താറാമുട്ടയുണ്ട്. താറാമുട്ട കുറച്ച് അഴുക്കായിട്ടിരിക്കുക. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഇപ്പം ചെയ്യണില്ല, സമയമില്ല. ബിസ്ക്കറ്റ് തേങ്ങ പാത്രത്തോടുകൂടി അങ്ങനെ എടുത്ത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അത് കുത്തിയിട്ട് ഫോണിൽ ചാർജില്ല. മുട്ട
മുട്ടക്കറിക്കുള്ള ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മുട്ട ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രേവിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കണം കേട്ടോ. അപ്പൊ അത് വെന്ത് വരുമ്പോഴേക്കും മുട്ടയും വേവും. നമ്മുടെ പണി വേഗം കഴിഞ്ഞ് ഇപ്പൊ ഓരോ ഇടിയപ്പം ഉണ്ടാക്കണനുസരിച്ച് കുട്ടികളും കഴിച്ച് അത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഒരു തിരക്കുള്ള പണികൾ കഴിയും. നമ്മൾ പശുവിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങോട്ട് കയറുന്നത്. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നണില്ല കേട്ടോ. ഇപ്പൊ സമയം എന്തായി മോനെ? 7:45. ഇപ്പൊ തന്നെ വേഗം ആയിക്കോളും. നമുക്ക് രാവിലെ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തോരം കാര്യങ്ങൾ ഇത് നമ്മൾ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫാമും കാര്യങ്ങളും നോക്കാം. എന്നാ കുഞ്ഞിച്ചക്കനും കൂടിയുള്ള പരിപാടിയാട്ടോ. അവളുടെ മുടിയൊക്കെ അവൾ ചിക്കണും അതിൻ്റെ ഇടയ്ക്ക് അവനും ചിക്കനുണ്ട്. അവൻ വായിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ മുടി. അവളുടെ ഇങ്ങനെ അവനെ പുന്നാരിക്കാനും അവൻ്റെ അടുത്ത് അവൻ ഈ നക്കുമൊക്കെ ചെയ്യേ അങ്ങനെയൊക്കെ പോയിരിക്കണതാണ്. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. പശുക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. പട്ടിക്കുട്ടീനെ വേണമെന്നൊക്കെ പറയും. ഞാൻ പറയും പട്ടിക്കുട്ടിയില്ല, പശുക്കുട്ടീനെ കളിപ്പിച്ചാൽ മതി, പൂച്ചക്കുട്ടി വേണം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു പരീക്ഷണം കേട്ടോ. നമ്മുടെ എങ്ങനെയാവുന്നറിയില്ല. ഇടിയപ്പോട്ടോ പിന്നെ ഞാൻ മറ്റേ അപ്പത്തിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഹാർഡായിട്ട് വരും ചൂടാറി കഴിയുമ്പോൾ. ഇത് കുറച്ച് ഇച്ചിരി മൈദ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കേട്ടോ. അപ്പൊ വയറിനെ കാണിക്കണുണ്ടോ? അപ്പൊ ഇവിടെ നാടൻ മുട്ടയുകൊണ്ട് ഉണ്ടാക്കിയ മുട്ടക്കറി കേട്ടോ. സൂപ്പർ മുട്ടക്കറി. ഉപ്പൊന്നും നോക്കിയില്ലല്ലോ. ഒരാളിന്ന് ഇത്ര നേരമായിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടില്ല കേട്ടാ. ഇപ്പൊ ആൾക്ക് പറ്റിയ കറിയൊന്നും ഇല്ല ഇന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ബ്രെഡ് ഇതുപോലെ നെയ്യിൽ പൊരിച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇന്ന് കറി ഉള്ളത് നമുക്ക് ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കണത് ചാളക്കറി കേട്ടോ. ചാള ഇതുപോലെ മുളകിൽ പറ്റിച്ചേക്കണതാണ്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഉള്ളിയും തക്കാളിയൊക്കെ കൂടി നന്നായിട്ട് നേരടി പിഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വെച്ചേക്കണതാണ്. അത് രജിസ്റ്ററിനായിട്ട് വെച്ചതാണ്. പിന്നെ ഉണ്ടാക്കിയേക്കണത് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ രക്തശാലി അരി രജിസ്റ്ററിന് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചേക്കണം കേട്ടോ. വൈകുന്നേരം വരുമ്പോഴാണ് രജിസ്റ്റേട്ടൻ ചോറ് കഴിക്കുക. അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ട് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കറി. പിന്നെ രാവിലത്തെ ഇടിയപ്പം ഇപ്പോൾ കാലിയായി. അപ്പോൾ പിന്നെ രജിഷേട്ടൻ എല്ലാ കണ്ണമോനും രജിഷേട്ടനൊക്കെ അവർ വരുമ്പോൾ കഴിക്കണത് ഇപ്പോൾ ഇന്ന് ചോറായിരിക്കും കേട്ടോ. ഇന്നലെ ബിരിയാണി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ലഞ്ചിന് കൊണ്ടുപോകുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ വൈകുന്നേരം വരുമ്പോഴാണ് ഇവരെല്ലാം ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചോറ് കഴിക്കാൻ നല്ല വിശന്ന് വരുമ്പോൾ നല്ല കറിയൊക്കെ വേണമല്ലോ. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഓടി പറഞ്ഞോളൂ അടുക്കളയിലോട്ട് ആ മക്കളുടെ പോലെ തന്നെ പോണത്. അടുക്കളയിൽ നല്ല പറ്റിയ കറിയൊന്നും ഇല്ലെങ്കിൽ അപ്പം അമ്മയായിട്ട് വഴക്ക് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ മക്കളും അങ്ങനെയാണല്ലോ എന്ന്. അപ്പോൾ പരമാവധി അവർക്ക് വയറിറച്ച് കഴിക്കുന്ന രീതിയിൽ ഒന്നില്ലെങ്കിൽ ചോറിന് പറ്റിയ കറിയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടാക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിഭവങ്ങൾ കണ്ടല്ലോ അടുക്കളയിൽ. പിന്നെ ചാള വറുത്തതുണ്ട്. അപ്പം അത് ഞാൻ മാറ്റി വെച്ചേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാളക്കറിയും ചാള വറുത്തതൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ വൈകുന്നേരം വരുമ്പോൾ. പിന്നെ രാത്രിക്കും ഭക്ഷണം കഴിക്കാനിരിക്കും. അപ്പോൾ മക്കൾ രേഷേട്ടൻ കഴിക്കില്ല. രേഷേട്ടൻ വരുമ്പോൾ തന്നെ കഴിക്കണതുള്ളൂ. അപ്പോൾ അന്നേരത്ത് ചിലപ്പോൾ മീൻകറിയൊക്കെ ചിലപ്പോൾ തീർന്നുണ്ടാവും. അപ്പോൾ ആ മീൻ വറുത്ത എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മാറ്റി വെച്ചേക്കാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ അത് എല്ലാം കൂടി കഴിച്ച് കഴിയും. പിന്നെ അമ്മയെ വൈകുന്നേരം എന്താ കറിയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ പിന്നെ ഇന്നാണ് ഈ മുട്ട വറക്കാനായിട്ട് രാവിലെ മുട്ടക്കറിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് മുട്ട വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ചതാണ്. ഇന്നിപ്പോൾ ബീൻസ് മെഴുക്ക് പുരട്ടിയും കറിയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണമ്മോൻ ഇനിയിപ്പോൾ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവനത് മതി. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അവനോട് ഞാൻ ചോദിക്കട്ടെ കേട്ടാ. കൊൻസപ്പ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എന്തുവാ കഴിച്ചേ? ഇടിയപ്പം മീൻകറി കഴിച്ചേ? മീൻകറി കഴിച്ചില്ലേ? ഇടിയപ്പം അല്ല ഇപ്പൊ മീൻകറി. ചോറ് എരിവ് കൂടിപ്പോയല്ലേ? അപ്പോൾ
ഇന്നും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ചില ദിവസങ്ങളിൽ കറിയൊക്കെ ഒന്നുമില്ലെങ്കിൽ ദേഷ്യം വരും അല്ലേ? ദേഷ്യം വരാറുണ്ടാ? അതെ, വയറ് നിറയെ കഴിക്കാൻ കിട്ടണം. ഈ പറഞ്ഞോണം ഈ ചെറിയ ചെറിയ സ്നാക്സ് ഒന്നും പോരാ അല്ലേ? കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാണോ. അപ്പോൾ നമ്മുടെ പണിയൊക്കെ അത്യാവശ്യം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിക്ക് വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. തുണിയൊക്കെ എല്ലാം ഇപ്പം അതേ അകത്ത് കിടന്നാട്ടോ നമ്മൾ ഉണങ്ങണത്. ഇങ്ങനെ 2 സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് വലിയ ഉപകാരമാണ്. ഇപ്പോൾ രാത്രിക്ക് ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ഹോളിൽ ഫാനൊക്കെ ഇടും. ചില സമയങ്ങളിൽ ഞാൻ ഇത് ഉന്തി കൊണ്ടുപോയി ബെഡ്റൂമിൽ വെക്കും കേട്ടോ. അപ്പോൾ ഫാൻ എക്സ്ട്രാ ഇടണ്ടല്ലോ എന്ന് വിചാരിക്കും. അതൊക്കെ നമ്മുടെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യൽ. അത്യാവശ്യമുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് ഓരോ കട്ടിലിൻ്റെ മീതെയോ അതുപോലെ മക്കളുടെ അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടുക ചെയ്യാറ്. പിന്നെ ഒരാളെ കാണാനില്ല കേട്ടോ അടുക്കളയിൽ, എവിടെ പോയാവോ? അപ്പോൾ നമ്മുടെ ഭദ്രമ്മ പശുവിൻ്റെ അടുത്തുണ്ട്. ഈ കുട്ടി പശു ഫാമിലെ ആളാ, പണിക്കാരിയാ. വൈകുന്നേരം വരുമ്പോൾ പശുക്കൻ്റെ പണിക്കാരി. തീറ്റ ഇടണല്ലേ പശുവിന്? തീറ്റ ഇട്. തനിക്കാണ് ഡ്യൂട്ടി? ഞാൻ തനിക്കാ ഡ്യൂട്ടി കൈമാറി. പറ്റില്ലേ? അപ്പോൾ ഇതേ നമ്മുടെ ഭദ്രമ്മ ഇന്നും മടിച്ചിക്കോത ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പുറത്തോട്ട് കൊണ്ടുപോയി അവൾ 2 പ്രാവശ്യവും നമ്മളെ കയറ് വലിച്ചുകൊണ്ട് അകത്തോട്ട് തന്നെ കയറി വന്നു. പിന്നെ നമുക്ക് അവളുടെ പുറകെ നടക്കാൻ നേരം ഉണ്ടായില്ല. ഇവിടെ തന്നെ കെട്ടിയിട്ട് വൈക്കോലും എടുത്തു വെച്ചു. എന്തായാലും അവൾ പുറത്ത് പോയാലും അവൾക്ക് പറ്റിയ പുല്ലില്ലെങ്കിൽ അവൾ കഴിക്കില്ല കേട്ടോ, അങ്ങനെ നിൽക്കുകയുള്ളൂ വെറുതെ. അപ്പോൾ ഇന്ന് ഭദ്രക്ക് കുശാലായി വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവനും ഒരു കൂട്ടായി ഭദ്രമ്മ ഉള്ളതുകൊണ്ട് അല്ലേടാ? ഭദ്രമ്മ അവൾക്ക് പുന്നായിരിക്കുക, നക്കുക കേട്ടോ അവളുടെ കൈയൊക്കെ പിടിച്ച്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നക്കണതൊക്കെ. അതിന് വേണ്ടിയിട്ട് അവൾ വന്നേന്ന് തോന്നണേ അല്ലേ? അല്ലേടി? നിന്റെ എൻ്റെ ബാക്കിൽ ഒരു തുളയുണ്ടല്ലോ, അവൻ തുളച്ചതാണോ? നക്കി നക്കി അവനെ ചാടി കയറലാട്ടോ അതിൻ്റെ മുകളിലോട്ട്. അവനും കഴിക്കുന്നുണ്ട് വൈക്കുമല്ലോ. അപ്പുറത്തുനിന്ന് ഭദ്രയും കഴിക്കും, ഇപ്പുറത്തുനിന്ന് ഇവനും കഴിക്കും ഇല്ലേടാ? അതുകൊണ്ട് ഇന്ന് അവന് ഹാപ്പി ആയിരുന്നു. മിക്കവാറും അവൻ അല്ലെങ്കിൽ മിക്കവാറും കിടന്നുറങ്ങാൻ ചെയ്യാറ്. അപ്പം ഞാൻ ഇനി ഭദ്രേനെ കറക്കട്ടെ. ഇന്ന് ആലുവയ്ക്ക് പോണ ദിവസമാണ്. അപ്പോൾ ഓരോരുത്തർ വരും. അപ്പോൾ അതിനനുസരിച്ച് കറന്നു തുടങ്ങണം. തീറ്റിക്കോ? ഇല്ലേ? എന്താടി ഹെൽപ്പ് ചെയ്യടി. തനിക്കിന്ന് വൈകുന്നേരം മുറ്റടിക്കണ്ടല്ലോ മഴ ആയതുകൊണ്ട്. അപ്പോൾ താൻ തീറ്റിട്ട് വയ്ക്കും. പേരെ ഞാൻ അടിച്ചതാടോ. പേരെയൊക്കെ അടിച്ച് അടക്കി പറക്കി ക്ലീൻ ചെയ്തതെല്ലാം. താനപ്പോൾ തീറ്റിട്ട് വയ്ക്കും. തനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇന്ന് തീറ്റിയിടൽ മാത്രമേ ഉള്ളൂ. വേഗം തീറ്റിയിട്. ഇടോ? വിശക്കണേ ഞാൻ പഴം പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ദിവസവും അങ്ങനെ ചിക്കൻ കൊള്ളില്ല. പൊടി പിന്നെ ഇന്നലെ കഴിച്ചതല്ലേ? പറ്റില്ല പോയി പണിയെടുക്ക്. നമ്മുടെ ജോലി. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വീഡിയോകൾ ചെറിയ ഒരു കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. അത് പിന്നെ പറയാം. ആ 11-12 സ്പാനറിട്ട് ശരിയാക്കി തരാന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. ഞങ്ങള് ശരിയാക്കാൻ നോക്കി, പക്ഷെ ആ സ്പാനറിനോട് ശരിയാവുമെന്ന് തോന്നുന്നില്ല. എന്താണ് കണ്ടമോനെ കണ്ടമോനെ എന്നും ഉറക്കം വരും. ക്യാമറയുടെ മുന്നിൽ വരുമ്പോ ഉറക്കം വരും. ക്യാമറയിലോട്ട് നോക്കാനുള്ള ഒരു ബലം വെച്ചിട്ട് എന്നെ നോക്കി ചിരിക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഒന്നും മിണ്ടാതിരിക്കാമോ? ഈ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വേറെ എന്തെങ്കിലും പറയൂ. അപ്പോ എല്ലാവരും കോമഡി വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കോമഡിയാ പോണു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.